നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടുത്തെ കിച്ചണിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. ഉണ്ട് ചേച്ചി. മുറിവുണ്ടെങ്കിൽ ചേച്ചിക്ക് മരുന്ന് വെച്ചുതരാം. അത് സാരമില്ലമ്മോ. ശരിക്കും സുനന്ദേച്ചി കാറിന് മുന്നിൽ ചാടിയതാണോ? ജീവിക്കാൻ കൊതിയുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യൂ? വീട്ടിലെ ഓരോ കാര്യങ്ങൾ ഓർത്ത് റോഡ് മുറിച്ച് കടക്കാൻ നോക്കിയതാ. 2 ദിവസം കഴിഞ്ഞാ അനിയന്റെ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ഇപ്പോഴാണെങ്കിൽ ജോലിയുമില്ല. അതിന്റെ ടെൻഷനിൽ നടക്കുമ്പോ വണ്ടി വരുന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. സുനന്ദ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും അനിയനും. അവൻ പഠിക്കുവാ. പഠിപ്പ് വേണ്ടാന്ന് വെച്ച് എന്തെങ്കിലും ജോലിക്ക് പോവാനാ അവന് താല്പര്യം. നന്നായി പഠിക്കുന്ന കുട്ടിയാ. എങ്ങനെ ഈ പ്രായത്തിൽ വല്ല ഷോപ്പിലും പറഞ്ഞു വിടും? ഹോംലെസ്സായി കുറെ സ്ഥലത്ത് നിന്നിട്ടുണ്ടോ? ഒരുപാട് വീടുകളിൽ നിന്നിട്ടുണ്ട്. എല്ലാം പ്രസവ ശുശ്രൂഷകളാ. ഇവിടെ അങ്ങനെ ആരും ഇല്ലല്ലോ. കാവേരി ചേച്ചിയുടെ പ്രസവം വരില്ലേ? ഇതാരാ അമ്മു? രാജുവേട്ടനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ. ഇവിടെ ഒരാളെ നിർത്തുമ്പോ അവരെ പറ്റിയൊക്കെ ഞങ്ങൾ അന്വേഷിക്കും. നിങ്ങളുടെ അഡ്രസ് എനിക്ക് തരണം. അതിനെന്താ, രാജു എന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചോളൂ. അപ്പൊ എങ്ങനെയാ ജീവിക്കുന്നെന്ന് മനസ്സിലാവുമല്ലോ. ഇവിടെ ഇപ്പൊ ആരും അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. ഇവൻ ആളത്ര ശരിയല്ല. ഇവനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുനന്ദേച്ചി വന്നേ, ഡ്രസ്സൊക്കെ മാറണ്ടേ? സ്വപ്നം കാണുവാണോ? ചേച്ചി വന്നത് ഞാൻ അറിഞ്ഞില്ല. നാളെ നിന്റെ വിവാഹ നിശ്ചയോ? അതല്ലേ നീ ഓർത്ത? ഇനിയാ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.